ഓ ഖാലിദിനെ അധ്യാപകർ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഖാലിദ് അധ്യാപകരുടെ ഓർമ്മകളിൽ. ടി.എസ്. അബൂബക്കർ മുസ്ലിയാർ. ഖാലിദ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കിതാബുമായി എൻ്റെ അടുത്ത് വരുമായിരുന്നു. 10 കിതാബിന് പുറമെ മീസാൻ, അജ്നാസ്, സഞ്ചാൻ എന്നിവയും ഓതിയിരുന്നു. അതീവ ബുദ്ധിമാനായ ഖാലിദ് എണ്ണിയാലൊടുങ്ങാത്ത സംശയങ്ങളുമായാണ് ക്ലാസ്സിൽ വരിക. കൂടെ കെ പി അബ്ദുറഹ്മാൻ, അഹമ്മദ് മുനീർ, മുഹമ്മദ് എന്നിവരുമുണ്ടാകും. അറബി ഭാഷയിൽ അന്നേ പ്രാപ്തനായിരുന്നു. വ്യാകരണ വിഷയത്തിൽ കുടുക്കുന്ന സംശയങ്ങളുമായി ഖാലിദ് എത്തും. പൂർണ്ണമായും ഗ്രഹ്യമാകുന്നതുവരെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായിരിക്കും. ഹദീസ്, ഫിഖ്ഹ് എന്നിവയായിരുന്നു ഇഷ്ടവിഷയങ്ങൾ. ഖുർആനെക്കുറിച്ചും ധാരാളം പഠിക്കുമായിരുന്നു. ഗുരുനാഥന്മാരായും സജ്ജനങ്ങളുമായുള്ള നിരന്തര സമ്പർക്കമാണ് ഖാലിദിനെ ഖാലിദാക്കി തീർത്തത്. ഏത് സംസാരവും സസൂക്ഷ്മം കേൾക്കും. ആവശ്യമായത് കുറിച്ചെടുക്കുകയും ചെയ്യും. ചിലപ്പോൾ പള്ളിയിൽ പ്രസംഗിക്കാൻ അനുമതി തേടും. ഒരു കോളേജ് വിദ്യാർത്ഥിയായ ഖാലിദ് ദീർഘനേരം പ്രസംഗിക്കുന്നത് ശ്രോതാക്കൾക്ക് കൗതുകമായിരുന്നു. ദർസിൽ നിന്ന് ഒരു ബൈത്ത് പദ്യം കേട്ടാൽ അത് വീട്ടിലെത്തും വരെ ചൊല്ലി നടക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും അത് മനഃപ്പാഠമാക്കിയിരിക്കും. പിന്നീട് ഖാലിദ് സംഘടനാ നേതാവായപ്പോൾ തിരക്കിനിടയിലും ചിലപ്പോൾ എന്നെ വന്ന് കാണും. എപ്പോഴും വിദ്യാർത്ഥിയായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ആ പ്രിയ ശിഷ്യൻ്റെ ആകസ്മിക അന്ത്യം സൃഷ്ടിച്ച വേദന വാക്കുകൾക്കതീതമാണ്. ഖാലിദിനെയും നമ്മെയും അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. NP മഹ്മൂദ്. ശിഷ്യനെ ഓർക്കുന്നു. പ്രീ ഡിഗ്രിക്ക് മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ ചേർന്നത് മുതൽക്കാണ് ഖാലിദുമായി ബന്ധപ്പെട്ടത്. ഗുരുശിഷ്യ ബന്ധത്തിൽ കവിഞ്ഞ സ്നേഹബന്ധമായിരുന്നു ഞങ്ങളുടേത്. KVയുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിൽ നിന്ന് സ്ഥിരമായി കൊണ്ടുപോകാറുള്ളത്. ഖാലിദിൻ്റെ അധ്യാപകനായി എന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഖാലിദ് സെക്കൻഡറി പഠനം നടത്തി ചൊക്ലി രാമവിലാസ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന K. കുമാരൻ മാസ്റ്റർ. കഠിന പ്രയത്നമാണ് ഖാലിദിൻ്റെ മുഖമുദ്ര. അറിയാനുള്ള ത്വര, അക്ഷീണ പരിശ്രമം, എല്ലാവരോടുമുള്ള സൗഹൃദം, സംഘടനാ പാഠം, ഇതെല്ലാമാണ് ഖാലിദിൽ ഞാൻ കണ്ട ഗുണവിശേഷങ്ങൾ. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ ഖാലിദ് അവിടെ അതിഥിയായിരിക്കില്ല. വീട്ടുകാരെ പോലെ വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഭക്ഷണം വിളമ്പാനും എന്നും വേണ്ട ചിലപ്പോൾ പ്ലേറ്റുകൾ കഴുകാൻ വരെ ഖാലിദ് ഉണ്ടാകും. ഈ 3 രംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഖാലിദിൻ്റെ ഓർമ്മ ശക്തിയെക്കുറിച്ചാണ് ഏറെ മതിപ്പ് തോന്നിയത്. ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സന്നിഹിതരായ വിവിധ ദേശക്കാരും പ്രായക്കാരുമായ 100 കണക്കിന് ആളുകളെ ഖാലിദ് പേര് വിളിച്ച് സംബോധന ചെയ്യുന്നത് കണ്ടു. ഞാൻ ഓർത്തുപോയി, സ്വന്തം ക്ലാസ്സിലെ കുട്ടികളുടെ പേര് പോലും അറിയാത്തവരാണല്ലോ നാമൊക്കെയെന്ന്. ഖാലിദിൻ്റെ ജീവിതത്തിൽ എവിടെയും ഒരു മൈനസ് പോയിന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏത് കാര്യത്തിലും പൂർണ്ണ ആത്മവിശ്വാസം, വ്യാകുലത ഒട്ടുമില്ല. പരീക്ഷയ്ക്കോ ഇൻ്റർവ്യൂവിനോ പോകുന്ന ദിവസം പോലും അൽ-അസ്ഹർ കോളേജിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കുമാരൻ മാസ്റ്റർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഈ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലി വേണ്ടെന്ന് വെക്കാൻ പലപ്പോഴും തീരുമാനിച്ചതാണ്. പക്ഷേ ഖാലിദിൻ്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അൽ-അസ്ഹർ കോളേജിൽ തുടരേണ്ടി വന്നത്. അവൻ്റെ വാക്ക് തട്ടിമാറ്റാൻ എനിക്ക് കഴിയില്ലായിരുന്നു. രാമവിലാസം ഹൈസ്കൂൾ അധ്യാപകനായ സാരസാക്ഷൻ മാസ്റ്റർ ഓർക്കുന്നു. ഖാലിദ് നല്ലവനായിരുന്നു. എന്നാൽ അവൻ എത്രത്തോളം മഹാനാണെന്ന് ഞാൻ അറിഞ്ഞത് മരണശേഷമാണ്. ജീവിതകാലത്ത് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനോവ്യഥ അനുഭവപ്പെടുന്നു. ഖാലിദിൻ്റെ മരണവാർത്തയറിഞ്ഞ് ചൊക്ലിയിലേക്കൊഴുകിയ ജനസഞ്ചയത്തെ കണ്ടപ്പോഴാണ് ജനമനസ്സുകളിൽ വേരുറച്ച ഒരു നേതാവാണ് അദ്ദേഹമെന്ന് ഞാൻ അറിയുന്നത്. യാതൊരു പരിചയവുമില്ലാതെ ഖാലിദ് എന്നോട് പുഞ്ചിരിക്കും. അങ്ങനെ ഞാനുമായി അവൻ പരിചയപ്പെട്ടു. പിന്നെ എവിടെ കണ്ടാലും ആദ്യം ഹസ്തദാനം,
പിന്നീട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയായി. നാടിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച്, കുടുംബകാര്യങ്ങളെക്കുറിച്ച് എല്ലാം അവൻ അറിയണമായിരുന്നു. NK അബ്ദുൽ ഖാദർ മാസ്റ്റർ അദ്ദേഹം ഓർക്കുന്നു ഖാലിദ് സാഹിബിനെ. വളരെ മുമ്പ് തന്നെ ഖാലിദിനെ പരിചയമുണ്ടെങ്കിലും കൂടുതലായി അറിയുന്നത് അവൻ 2ാം വർഷ BA പഠിക്കുമ്പോഴാണ്. മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ട് എൻ്റെ അടുത്ത് വരും. സാർ ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് തരണമെന്ന് പറയും. ഈ ആവശ്യമായി വന്ന പലരെയും തിരിച്ചയച്ച് ഞാൻ എന്തോ ഖാലിദിന് ക്ലാസ് നടത്തി. ഖാലിദ് ഇത്രയും വലിയ മഹാനാണെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഉദ്യമത്തിന് മുതിരില്ലായിരുന്നു. കാരണം ഖാലിദിനെ പോലെയല്ലല്ലോ ഞാൻ. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഖാലിദ് എൻ്റെ ശിഷ്യനാണ്. അതിനേക്കാളുപരി ഖാലിദ് എൻ്റെ ഗുരുവാണ്. ഖാലിദിന് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ അതിനപ്പുറം ഞാൻ ഖാലിദിൽ നിന്ന് പലതും പഠിച്ചു. അതുകൊണ്ട് തന്നെ ഖാലിദ് എൻ്റെ ഗുരുവാണ്, ഞാൻ അവൻ്റെ ശിഷ്യനും. എന്നും നെട്ടോട്ടമോടുന്ന ഖാലിദ് നമ്മെ പഠിപ്പിച്ചത് എല്ലാവരെയും സ്നേഹിക്കാനാണ്. അവൻ ആരെയും വിമർശിക്കാറില്ല. അതുപോലെ അവനെ ആരും വിമർശിക്കുന്നതായി ഞാൻ കേട്ടിട്ടുമില്ല. മാങ്ങാട് മാരാങ്കണ്ടി മഹല്ല് ഖാദിയായ KP അബ്ദുള്ള മുസ്ലിയാർ ഓർക്കുന്നു. മർഹൂം കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകനാണ്. ഖാലിദ് നല്ലവനാണ്. പരിചയം പുതുക്കാൻ പലപ്പോഴും അവൻ ഇവിടെ വരും. ദുആ ചെയ്യാൻ പറയും. സൗമ്യമായുള്ള ആ പെരുമാറ്റം അനുകരണീയമാണ്. അള്ളാഹു ഖാലിദിന് മാപ്പ് നൽകട്ടെ, ആമീൻ. കല്ലങ്കുൽ LP സ്കൂളിലെ ഹെഡ്മാസ്റ്ററായിരുന്ന K കുഞ്ഞുമൊയ്തു സാഹിബ് ഓർക്കുന്നു. ഖാലിദ് ചെറുപ്പത്തിൽ തന്നെ വളരെ നന്നായി പഠിക്കുമായിരുന്നു. അധ്യാപകർക്കൊക്കെ അവനെ വളരെ ഇഷ്ടമാണ്. ഏതൊരു കാര്യവും പൂർണ്ണമായി അറിയുക എന്നതാണ് അവൻ്റെ സ്വഭാവം. സംശയങ്ങൾ ചോദിച്ച് നിവാരണം വരുത്തും. ബാല്യം വിട മുമ്പ് തന്നെ സാമൂഹിക പ്രശ്നങ്ങളിൽ അതീവ തൽപരനായാണ് ഖാലിദിനെ ഞാൻ കണ്ടത്. അശരണർക്കുള്ള ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അന്നേ ഖാലിദ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവൻ്റെ ശ്രമഫലമായി പെൻഷൻ ലഭിക്കുന്ന ഒട്ടേറെ വിധവകൾ ഇന്ന് ചൊക്ലിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആരോടും വിരോധമില്ലാതെ സർവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഖാലിദിനെ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്നേഹിച്ചു. സാമൂഹ്യ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കരുതിയാണ് മാഹി കോളേജിൽ ജോലി ലഭിച്ചിട്ടും ഖാലിദ് അത് നിരസിച്ചത്. ഖാലിദ് സലാലയിലേക്ക് 2ാം പ്രാവശ്യം യാത്ര തിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എൻ്റെ കുടിയിരിക്കൽ. ഞാൻ ക്ഷണിച്ചെങ്കിലും സ്നേഹത്തോടെ ഖാലിദ് പറഞ്ഞു, എൻ്റേത് ഞാൻ വന്നിട്ട് തന്നേച്ചാൽ മതി. ഖാലിദിൻ്റെ മരണവാർത്ത കേട്ട പാടെ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് അവൻ്റെ ഈ അവസാന വാക്കായിരുന്നു. ഖാലിദിൻ്റെ മയ്യത്ത് ഒരു നോക്ക് കാണാൻ ചൊക്ലിയിൽ തടിച്ചുകൂടിയ ജനസഞ്ചയത്തെ കണ്ടപ്പോഴാണ് അവൻ ജനമനസ്സുകളെ എത്രമാത്രം കീഴ്പ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഞാൻ ചിന്തിച്ചത്.